ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അറിയോ, കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളി വിൻ്റർ സ്കിൻ കെയർ റൂട്ടീൻ കാണിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് വെളുത്ത് ഗ്ലോ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സ്കിന്ന് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം എന്ന് അറിയുണ്ടാവില്ല. കാരണം വിൻ്റർ സ്കിൻ കെയർ ആർക്കും അധികം അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ള ചത്ത് കിടക്കും ഈ ഒരു ടൈമിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ രാവിലെ തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഓറഞ്ച് ജ്യൂസാണ് കുടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് ഡയറക്റ്റായിട്ട് പോയി കുടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ ആവി കൊള്ളാൻ വേണ്ടി പോവാണ്. ഈ ആവി കൊള്ളുമ്പോൾ അധികം ചൂട് വേണ്ട, കുറച്ച് ചൂട് മതി. ഈ ആവി കൊള്ളുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുക, ഒരു ഗ്രാമ്പു ഇടുക. അതേപോലെ തന്നെ ചപ്പും പൊതിന നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ തുളസി നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുക, ആവി പിടിക്കാവുന്നതാണ്. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആവിക്കൊള്ളുക. നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിൻ്റർ ടൈമിൽ ഫേസ് വാഷും സീറും അത് നല്ല കറക്റ്റായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബയോക്യൂൾ എവർ ഗ്ലോ റേഡിയൻസ് ഫേസ് വാഷാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുമ്പ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിൻ്റർ ടൈമിൽ യൂസ് ചെയ്യേണ്ട കറക്റ്റ് ഫേസ് വാഷാണ്. ഞാനത് 2 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത്രക്കും ഞാൻ അതിൻ്റെ ഫാൻ ആയിട്ടുണ്ട്. കാരണം ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇത്രയും നല്ല അടിപൊളിയാവുന്നുള്ളത്. കാരണം ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അത് മാത്രമല്ല നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, സ്കിൻ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് ആവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ടൈമിൽ നമുക്ക് ആൻറ്റി ഏജിങ് പ്രോബ്ലം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിടിലനായിട്ട് നിൽക്കും കേട്ടോ. നല്ല യങ് ആയിട്ട് നിൽക്കും. അടിപൊളി ഫേസ് വാഷാണ്, ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എന്താ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്താ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോണർ ആയിരിക്കും. അപ്പോൾ ഈ ടോണർ എന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ഫേസ് പാക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല മടിയോ അല്ലെങ്കിൽ ടൈമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉപയോഗിക്കുക കേട്ടോ. ഇത് ടോണർ എന്ന് മാത്രം ഞാൻ എടുത്ത് പറയുന്നില്ല, നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നാരങ്ങയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് അറിയാം, നാരങ്ങ ഭയങ്കര ഗ്ലോയിങ് ലൈറ്റനിങ് തരുന്നതാണ്. അത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് മിക്സിയിൽ കൊണ്ട് അടിച്ചെടുക്കുക, വെള്ളം ഇല്ലാതെ. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞാൽ മതി, എന്നിട്ട് നീര് കിട്ടും. ഇതിലോട്ട് എക്സ്ട്രാ ഒരു വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ബോട്ടിലോട്ടാക്കുക. എന്നിട്ട് റോസ് വാട്ടർ എടുക്കുക. റോസ് വാട്ടർ മീൻസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കണം. ഞാൻ പഞ്ചാറാസിൻ്റെത് എടുക്കുന്നത്. അത് ഞാൻ എന്താ ചെയ്യുന്നുണ്ട്, ഒരു 2-3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തും കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ആ റിസൾട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡെയിലി ഇത് വെറുതെയും ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾ രാവിലെ വെറുതെ എണീക്കുക, അല്ലെങ്കിൽ രാത്രി ഉച്ചക്ക് എല്ലാ ടൈമിലും നമുക്കിത് എന്താ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ അടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അത്രക്കും ഗ്ലോയിങ് ആണ്, ഭയങ്കര ബ്രൈറ്റ് ആവും നിങ്ങളുടെ ഫേസ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുക, ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഓരോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് മാറ്റിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചിട്ട് സിറം, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് മസ്റ്റായിട്ട് നമ്മൾ മാറ്റണം. പക്ഷേ ഈ ഒരു കാണിക്കാൻ വേണ്ടി പോണ ഈ ഒരു സിറം നിങ്ങൾ മാറ്റി യൂസ് ചെയ്യേണ്ടേ വേണ്ട. ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് വാങ്ങിക്കാൻ പറയുന്നതാണ് ബയോക്യൂളിൻ്റെ റേഡിയൻസ് ഗ്ലോ ബൂസ്റ്റിംഗ് ഫേസ് ഓയിൽ. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ, സി ആൻഡ് ഇ ഉള്ളത് കൊണ്ട് തന്നെ ഈവൻ സ്കിൻ ടോൺ ആക്കി മാറ്റാനും, അതുമാത്രമല്ല നല്ല ഗ്ലോയിങ് ആക്കാൻ, ആൻറ്റി ഏജിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ബയോക്യൂളിൻ്റെ റേഡിയൻസ് ഫേസ് ഓയിൽ വന്നിട്ട്. ഇതിൻ്റെ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫേസ് ഓയിലാണ്. പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. വേഗം തന്നെ അബ്സോർവ് ചെയ്ത് നമുക്ക് ഇറിറ്റേഷനൊന്നും ഫീൽ ആയൂല. ഇതെല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇത് 100% നാച്ചുറലാണ്. കാരണം ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, യാതൊരു പേടിയും വേണ്ട. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫേസ് ഓയിൽ നിങ്ങൾ ഇടുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ഇത് ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ഡ്രോപ്സ് നിങ്ങൾ ചീക്കുക.
നെക്കിൽ, അതുപോലെ നോസിൽ, അതുപോലെ ഫോർ ഹെഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതും സർക്കുലർ മോഷനിൽ. അതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലോ ചെയ്യാനും നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചിട്ട് ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെയൊന്നും കാണാതിരിക്കുക, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതും ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് കിഡിലാനാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്, ഗുഡ് സ്മെൽ അങ്ങനെ തന്നെ പറയണം. ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബയോക്യൂളിൻ്റെ ഈ ഒരു റേഡിയൻസ് ഫേസ് വാഷ് അതുപോലെ തന്നെ ഫേസ് ഓയിൽ നിങ്ങൾക്ക് വാങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടാൽ നിങ്ങൾ ചെക്ക് ചെയ്ത് പോയി വാങ്ങിക്കുക. ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. പിന്നെ നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് നമ്മുടെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന നിവ്യയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ബോഡിയിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ചിട്ട് ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു വിൻ്റർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലാനായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഫീൽ ആയില്ല. പിന്നെ നല്ല സ്മെല്ലും, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് സ്മെല്ലുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറും. സോ വാങ്ങിക്കാം മസ്റ്റായിട്ട്. ഈ ഒരു പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇതുപോലെ നല്ല ലൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്ത് നല്ല ആൻറ്റി ഏജിങ് പ്രോബ്ലംസൊക്കെ മാറ്റി നല്ല കിടില സ്കിന്നായിട്ട് മാറും. സോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാറ്റം തന്നെ കിട്ടും. എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ.